പോയിട്ട് അങ്ങനെ അപ്പൊ നമ്മളൊന്ന് നമ്മളൊന്ന് തൃച്ചി പോന്ന്. എവിടെയാണ് ശരിക്കും തൃച്ചിന്റെ ശരിക്കും സ്ഥലം എങ്ങനെയാണ് അതിന്റെ പറയാ? തിരുനെൽവേലിയാണോ? തൃച്ചി അല്ല, അത് കേരളത്തിലല്ലേ. അപ്പൊ തൃച്ചി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലാണ്, മധുരക്കപ്പുറം തഞ്ചാവൂര്. മധുര മീനാക്ഷി. അവിടത്തെ എങ്ങനെ നമ്മൾ പോകുന്നു? അങ്ങനെ പോവാം നമുക്ക്. അതെ. അപ്പം നമ്മളെ ഇവിടുന്ന് പോകുന്നു 2:50 ട്രെയിന്. നമ്മൾ ഇവിടുന്ന് ഷൊർണൂർ പോകുന്നു, അവിടുന്ന് കോയമ്പത്തൂർ പോകുന്നു, അവിടുന്ന് തിരുച്ചിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് എന്നാലും ഇറങ്ങാം. അമ്മേ ഇറങ്ങാൻ നോക്കുമ്പോട്ടാ വീഡിയോ എടുക്കുന്നപ്പോൾ യാത്ര വണ്ടിക്ക് പോന്നല്ലേ. അപ്പോൾ ഇറങ്ങാം നമുക്ക്. നമ്മളതൊരു വീഡിയോ ഒക്കെ വെച്ചാൽ ഇവനും വെച്ചിനു, പിന്നെ ഇവനെ വായിച്ചു ഇതെല്ലാം വലിയ ആണുങ്ങളായി. എന്റെ അതെ, ഞാൻ പോയാല് എന്ന് വെച്ചാല് അന്നെ ശ്രദ്ധിക്കാനേ എന്റെ മോളെ സമയം ഉണ്ടാവല്ലോ. അത് മാത്രല്ല ഇപ്പൊ 2 കുഞ്ഞു കുട്ടികളും ഇല്ലേ, ഒരുപാട് ദൂരെ പോണ്ടതല്ലേ, എനക്ക് കഴിയില്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് പോകുന്നില്ല. അച്ഛേ നീ വരുന്ന? ഞാൻ വന്നാലിവിടെ ഷോപ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണ്ടേ. അപ്പൊ ഷോപ്പ് നമ്മളിപ്പോ എത്ര ദിവസമായി തുടങ്ങിയിട്ട്? എനിക്ക് 4 ദിവസമായി നമ്മളെ കൺസൾട്ടിങ്ങിന്റെ തുടങ്ങിയിട്ട്. ആർക്കില്ലോ എന്താണ് ഇത് എന്നെല്ലാം പറ്റി കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. നല്ല തിരക്കുമാണ്, കുറെ പേര് വിളിക്കുന്നത്, പല എൻക്വയറിയും കാര്യങ്ങളും വരുന്നുണ്ട്. കുറെ ആൾക്കാർക്ക് ഇത് കൺസൾട്ടിങ് എന്താണെന്ന് മനസ്സിലായില്ല. ഒന്ന് വേഗം ഒറ്റവാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് എന്താണോ ആവശ്യം, നിങ്ങൾക്ക് എന്താണോ, അതായത് വണ്ടി, യൂസ്ഡ് കാർ വണ്ടി വാങ്ങൽ കൊടുക്കല്, അതുപോലെ തന്നെ ബിൽഡിങ് എടുക്കലും കൊടുക്കലും, വീട് കൊടുക്കല്, പിന്നെ ഇവന്റ് മാനേജ്മെന്റ്, നിങ്ങളെ കല്യാണം, ബർത്ത്ഡേ, നൂലുകെട്ട്, അങ്ങനെയുള്ള എല്ലാ പരിപാടികൾക്കും, ഭക്ഷണം അടക്കമുള്ള എല്ലാ പരിപാടികളും. പിന്നെ മെയിൻ ആയിട്ട് ടൂറിസ്റ്റ് പാക്കേജ് കേട്ടോ. ടൂറിസം നിങ്ങൾക്ക് ഇവിടെ യാത്ര ചെയ്യണ്ടെങ്കിലും അതിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ആയാലും വിസ പരിപാടി എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഇതെല്ലാം കൂടി ഒരു കൂടെ കീഴിലാണ്. നമ്മളെ ഇൻസ്റ്റാഗ്രാം, നമ്മളെ പിന്നെ കേൽബ്രോസ് കൺസൾട്ടൻസി എന്ന് പറഞ്ഞ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. അതിനകത്തേക്ക് നമ്മൾ അപ്ഡേറ്റ് ഓരോന്ന് വരുന്നതായിരിക്കും. ഒരു ലക്ഷദ്വീപ് ട്രിപ്പിന്റെ പരിപാടിയെല്ലാം ഇങ്ങനെ നമ്മൾ അതിനകത്തേക്ക് ഇടുന്നുണ്ട്. കുറച്ചാരിപ്പോ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ല തിരക്കായല്ലേ? എങ്ങനെയുണ്ട്? നല്ല അടിപൊളി. നിന്നീരി എങ്ങനെയില്ല ഇല്ല അങ്ങനെ ആയിരുന്നു കേട്ടാ. അപ്പോൾ നമ്മളതിലിടയ്ക്ക് ഒന്ന് കാസർഗോഡെല്ലാം പോയിട്ട് വന്നല്ലോ. അപ്പോൾ ഇവനൊന്ന് ഒറ്റക്ക്, അപ്പോൾ നമ്മൾ 2-3 ദിവസം ഉണ്ടാവില്ല. അപ്പോൾ ഇനിയിപ്പോൾ 2 ദിവസത്തേക്ക് ഒറ്റക്ക്. അപ്പോൾ നമ്മളെന്നാല് ഇറങ്ങി വന്ന് സത്യം വൈകുന്നേരം പല വന്ന് ഇരുന്നിട്ട് സത്യം. അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെ ഞാൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം നമുക്ക് പരിപാടിയെല്ലാം. പോവാ ഒന്ന് ട്രെയിനിന് അങ്ങോട്ട് കൊണ്ടാക്കാൻ വരുന്നുണ്ട് അച്ഛൻ. നമുക്കെന്നാ വിടാം. അപ്പോൾ അങ്ങനെയുള്ളത് കേട്ടോ. എന്നാൽ നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് പോവാം. ഇത് ഇതമ്മ ഷാജി അടച്ചു. ഇറങ്ങാ കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടുണ്ടേ. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് വരില്ല അച്ഛൻ മധുരക്ക്. അച്ഛൻ 5 പേരും കൊണ്ടാ പോയിനെ. എത്ര പേര് ഇട്ടിന്? 2 എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നധികം. എന്ന് വെച്ചാൽ ഈ ഡ്രസ്സ് കൊണ്ടുപോയാലും ഇല്ലേ, ആടെ എത്തുമ്പോ ഒരു പാന്റ് ഇടും. അനുവെല്ലാം കുറേ ഭാര്യ കെട്ടി ഇതിനെ നിറച്ചും ഡ്രസ്സ് വെക്കും. അങ്ങനെ മാമനെ ഇങ്ങനെ ഒരു ദിവസം ബ്രൗൺ പാന്റ്, ഞാൻ മാമനോട് പറഞ്ഞു ബ്രൗൺ പാന്റ് നല്ല രസമുണ്ട് മാമന്. അപ്പൊ അന്ന് ഇട്ട സമയത്ത് ഈ കുപ്പായം അതിന് നല്ല രസമുണ്ട്. അങ്ങനെ സംഭവം അറിയാം. ഇത് ഇട്ട് കഴിഞ്ഞാൽ മണ്ണൊന്നാവില്ലോ. അതാണ് അച്ഛൻ അങ്കിനാരോ കാണില്ല എന്നിട്ട് പറഞ്ഞേ. കൺസൾട്ടൻസിന്റെ പരിപാടി ഒരാടി ഉണ്ടേനും ഫുള്ളായിട്ട് ചായ കൊടുക്കുന്ന പരിപാടിയിലും തിരക്കേനും ഓനെ കാണിക്കുകയും ചെയ്യുന്നു. പക്ഷെ എന്തോ കണ്ടില്ലാന്ന് തോന്നുന്നു. എന്തേലും കേട്ടോ കാണിച്ച ഋത്തിക്കാണ് വീഡിയോ എടുത്തില്ല കേട്ടോ അന്നത്തെ വീഡിയോ. അതെ നമുക്കെന്നാ ഇറങ്ങാം. 3:15 നമുക്കിപ്പോൾ 1 മണിക്കൂർ ഉണ്ട് അങ്ങോട്ടേക്ക്. എന്നാ 1-2 പറഞ്ഞിട്ട് പോവാം. ഒന്ന് നടക്കണ്ടേ നമുക്ക് 2:30 ട്രെയിന് സീറ്റൊന്നും ഇട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളെ കൺസൾട്ടൻസിൻ്റെ ആർക്കെങ്കിലും എന്തെങ്കിലും നേരത്തെ പറഞ്ഞോട്ട് ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്പർ ഇന്നത്തെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. കോൺടാക്ട് ചെയ്തോ, ചെയ്യാൻ എടുക്കുക. അപ്പോൾ കാര്യങ്ങളെല്ലാം സെറ്റാക്കി തരും. അടിപൊളിയാണ് അല്ലേ? അങ്ങനെ നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി.
കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ. പാർക്കിംഗ് എല്ലാം ഇവിടെ ഇങ്ങോട്ടേക്ക് മാറി ഇങ്ങോട്ടേക്ക് എത്തി. ഇവിടെ തന്നെ ഇങ്ങ് കയറുകയും ചെയ്യാം കേട്ടോ. നമ്മൾ തനിച്ചല്ല പോകുന്നത്, ഫുൾ സെക്യൂരിറ്റിയിലാണ് പോകുന്നത്. പോലീസ് വരുന്നുണ്ട്. ഫുൾ സെക്യൂരിറ്റിയിലാണ് പോകുന്നത്, പോലീസ്. അപ്പോൾ നാലിലല്ലേ അങ്ങനെ എത്താനായി. പകുതി ഭാഗം കാണാൻ പറ്റിട്ടാ, ഫുള്ളായിട്ട് മിന്നൽസും കാണാം. നമ്മളെങ്ങോട്ടാ കൊണ്ടേ സാർ? ഇതിനാ നമ്മളെ ട്രെയിൻ ഗേറ്റിൽ നിന്നാള് എല്ലാവിധ ട്രെയിനുകളും മംഗളൂരു ജംഗ്ഷൻ തിരുനെൽവേലി എക്സ്പ്രസ് 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക്. മാമി നോക്കണേ. നടക്കത്തിക്കേ ബേം 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 ബേം. ആ പിന്നെ അല്ലേ തന്നെ കൊന്നില്ലല്ലോ മാമി. അങ്ങനെ നിരീക്ഷ വന്ന് ട്രെയിൻ കയറ്റി. ഹാപ്പി ജേണി. നീ തിരിച്ചു കൊണ്ടായിരുന്നു അത്രയും ദൂരം? അന്നെ ഞാൻ കൊണ്ടാക്കി. ഞാൻ കൊണ്ടാക്കിയില്ല. ഞാൻ പോകാം, വീട്ടിൽ പോകാം. വീട്ടിലേക്ക് പോയാ ഞാടെ ഇവൻ വീട്ടിലേക്ക് പോകും. ഇവനിപ്പോൾ 2 ദിവസമായിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്നേ. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഇവൻ വരുമ്പോൾ നമ്മൾ എവിടെയും പോകും. ഇന്നിവിടെ കാണാൻ പറ്റി. എത്ര ദിവസം കഴിഞ്ഞിട്ട്? ഇപ്പോൾ 3-4 ദിവസമായി. അപ്പോൾ എന്നാല് ടാറ്റ പോയിട്ട് അങ്ങനെ വിളിക്കാം. പുള്ളി ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഇവിടുന്ന് വിട്ടാൽ ഇവനുണ്ടല്ലോ അവിടെ എത്തിയോന്ന് അറിയാൻ വിളിക്കും. ഭയങ്കര ഇതാണ്, അതുകൊണ്ട് ഭയങ്കര സേഫ്റ്റി ആണ്. അവിടെ എത്തിയോ, എവിടെ എത്തി എല്ലാം നമുക്ക് കൃത്യമായിട്ട്. പിന്നെ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഏടെ ഇറങ്ങിയാലുണ്ടല്ലോ ഇവന്റെ നിരീക്ഷണത്തിലേക്ക് നമ്മൾ ഉണ്ടാവുക. അതില്ല കാര്യല്ലേ മാമച്ചനെ? ഹായ്. അപ്പം നമ്മളിവിടെ ബിരിയാണിയെല്ലാം കൊടുക്കുന്നവരായിട്ടാ. ട്രെയിനിൻ്റെ പുറത്തുണ്ടവര് അങ്ങനെ കാണിക്കാൻ പറയുന്നുണ്ട്. പുള്ളി ഉള്ളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണി മേടിച്ചിട്ടുണ്ടേ. നമ്മളിവിടെ കണ്ണൂരിൽ തന്നെയുള്ള ഹോട്ടലിൽ തന്നെയാണ് കൊണ്ടിരുന്നത്. അപ്പോൾ കയറിയ ബിരിയാണി മേടിച്ച് കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു. ഹായ്. ഓ ഇവിടെ സന്തോഷം. നിങ്ങളെ ബിരിയാണി കണ്ട സന്തോഷം. അങ്ങ് ശരി ശരി ഓക്കെ ആണ് കാണാം. ഓക്കെ അപ്പോൾ അങ്ങനെ ബിരിയാണി കഴിക്കാം. ഒക്കെ ഒരു എത്തിയുണ്ട് നമ്മളെ കൂടെ ഇന്ന്. അതുപോലെ തന്നെ കുറച്ച് പേരുണ്ട്. നമ്മൾ ഇങ്ങോട്ട് കുറേ പേര് വൃത്തിക്ക് എന്ത് ചെയ്തിട്ട് നമ്മൾ ട്രെയിൻ വിട്ടില്ല കേട്ടോ. കേരിയപാട് തന്നെ ബിരിയാണിയാണ്. ഇതാകുമ്പോൾ പിന്നെ നമ്മളെ നാട്ടിൽ തന്നെ ഹോട്ടലിലാണ്. നമുക്ക് എവിടുന്ന് അറിയില്ല. ഇത് കാണിക്കണമെന്ന്. ഹായ്. നമ്മൾ ഏകദേശം ഇപ്പം കുറ്റിപ്പുറം കഴിഞ്ഞു. നമ്മൾ എത്താനായി. നമുക്കിനിയിപ്പോൾ ഇവിടുന്ന് ഷൊർണൂർ ഇറങ്ങിയിട്ട് നമ്മളവിടുന്ന് കോയമ്പത്തൂർ പോകും. കോയമ്പത്തൂരിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകും. തിരിച്ച് നമ്മൾ മധുരക്ക് പോകും. മധുരക്ക് നമ്മൾ തഞ്ചാവൂരിൽ നമ്മൾ വിജയനെയും കണ്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. സർപ്രൈസ്. വീട്ടിൽ മാത്രമേ പോയിട്ടോ. മുന്നത്തെ പോലെ അങ്ങനെ ഒന്നും കാണാൻ കഴിയില്ല ചേട്ടാ. CM വന്നു. ഞാൻ തമിഴ്നാട്ടിൽ പോകുന്നില്ലേ, അപ്പൊ വിജയന്റെ പേര് പറഞ്ഞെന്നുള്ളൂ. അങ്ങനെ ഇല്ല, ഒറ്റ കാണാം. സുഖമായിട്ട് തുടങ്ങി. അങ്ങനെ നമ്മൾ ഷൊർണൂർ എത്തി. ഷൊർണൂരിൽ നമ്മളെ ഇവര് റെയിൽവേയിലെ വരുന്നതാണ് കേട്ടോ. ഷൊർണൂർ എയർപോർട്ടിലാണ് ഉള്ളത്. റെയിൽവേ സ്റ്റേഷനാണ്, പക്ഷേ എയർപോർട്ട് പോലെ ഉണ്ട് കേട്ടാ. നല്ല രസമുണ്ട് കേട്ടാ. അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ്. അങ്ങോട്ട് മഴക്കാറിലുണ്ട്. നമ്മളിനി നേരെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കോയമ്പത്തൂരേക്കാണ്. നമ്മളെ കൂട്ടാൻ വേണ്ടി ഇവർ വരുന്നുണ്ട്. നമ്മളങ്ങനെ സദർഖാനപ്പുരം ഓന്ന് കൂട്ടാൻ വേണ്ടി ഇങ്ങോട്ട് നോക്കിക്ക. സദർഖാൻ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി സദർഭായിനപ്പുരം. ഇതേടെ സ്ഥലം സദർഭായി? ആലത്തൂർ എത്തിയിട്ടില്ല കേട്ടോ. നമ്മൾ കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമെന്ന്. റിംഗ് റോഡിലൂടെ നമ്മൾ പോകുന്നട്ടാ. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരുന്ന സമയത്ത് നമ്മളിത് കാണിച്ചു തരുന്ന നല്ല ഭംഗിയുള്ള റോഡാണ്. കോയമ്പത്തൂർ ചുറ്റിയ റോഡുണ്ട് അല്ലേ ചേർക്ക? എല്ലാ ഭാഗത്തുണ്ടെന്നാണ് പറയുന്നത്. നോക്കറ അവിടെ കുറേ
ലൈറ്റുകൾ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ മെഴുകുതിരികളെല്ലാം കത്തിച്ച പോലെ കാണുന്നുണ്ടേ. അപ്പോൾ കവർ എന്ന് പറഞ്ഞാൽ ഇതെന്തിനാണ് കവറിനെ ലൈറ്റ്? റിയൽ എസ്റ്റേറ്റിൻ്റെ അവർ ഫ്ലോട്ടുകൾ തരംതിരിച്ച് വെച്ച് അവരത്. എൻ്റെ മോനെ നമുക്ക് എത്ര ദൂരം. ഇതാണ് ഇന്നലെ രാത്രി പറഞ്ഞ റോഡ് കേട്ടാ. രസലേക്കാണ്. അങ്ങനെ തമിഴ്നാട്ടിൽ ഇവിടെ വന്ന് താമസിച്ച് ഇന്നലെ രാത്രി നമ്മൾ വന്നേട്ടാ. ഇവിടെ താമസിച്ച് രാവിലെ നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണേ. നമ്മൾ തമിഴ്നാട്ടിൻ്റെ ഉള്ളൂട്ടിയാണ് പോകുന്നത്. ഇപ്പോൾ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ കോയമ്പത്തൂരാണ്. നമുക്ക് തൃച്ചിക്കൊക്കെ പോകേണ്ടത്. പോകുന്ന വഴിയിൽ ഉള്ള ചെറിയ ചെറിയ കാഴ്ചകളെ പോയിട്ട് നമുക്ക് പോകാം. മരുതമലൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ബോർഡവിടെ കാണുന്നുണ്ട്. ഇവിടുത്തെ പളനീൻ്റെ ആ ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്നതിനും ഇപ്രാവശ്യം നമ്മൾ പളനി ഭാഗത്തല്ല പോകുന്നത്. ഇപ്പോൾ മധുരൈ ആ സൈഡിലാന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ല. സദർഭായി നമ്മളെ കൂടെ തന്നെ ഉണ്ട്. ഇവിടെ കടയിൽ ഞാറിൽ കണ്ട. ഇത് ഒറിജിനൽ ഞാറില്ല കേട്ടോ. ഈച്ച പറയുന്നുണ്ട. വിഷമൊന്നും അടിക്കാതെ ആ അങ്ങനെ ഉണ്ടെന്നാ പറയുന്നത് അല്ലേ കവി? ഒറിജിനൽ ഞാറിൽ കുട്ടറാളം. അതെന്താ എന്നാ ഓക്കെ, നമ്മ പോയിടലാം. വീണ്ടും പാർக்கலாம், സന്ധിக்கலாம். ഓക്കെ ബൈ. തമിഴ്നാട്ടിലെത്തിയപ്പോൾ ഫുള്ളായിട്ട് ഞാൻ തമിഴ് സംസാരിക്കുമ്പോൾ ശരിയാണെന്നൊന്നും അറിയില്ല. പക്ഷെ എനിക്കത് വരുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഇതേപോലെ ഞാൻ അമേരിക്കയിലെത്തിയാൽ ഇംഗ്ലീഷും വരുന്നു പ്രതീക്ഷിക്കുന്നു. വരും വെക്കാം, തീർച്ചയായിട്ടും വരും. അവരൊന്നും ചെയ്തിട്ടില്ല. അനുവിന് നല്ല ഡ്രസ്സിലാണ്. അനു ഇത് കാണിച്ചില്ല അല്ലേ? വയ്യ നടന്നു വരുന്നെങ്ങാനൊന്ന് സ്ലോ മോഷനിൽ എടുക്കാം കേട്ടാ. പുതിയ ഡ്രസ്സാണ്. മാമ സെലക്ട് ചെയ്താണ്. അല്ല ഞാൻ നിന്നെ സെലക്ട് ചെയ്തു, നീ സെലക്ട് ചെയ്തു, കണക്കല്ലേ? പക്ഷെ ഇതിന് കയ്യില്ലല്ലോ അനു. ഞാൻ ഗ്ലാസ് ഇട്ടെന്ന് പറഞ്ഞാല് പിന്നെ സൗന്ദര്യം അങ്ങനെ നോക്കിയിട്ടല്ല, ആ കണ്ണിന്റെ എങ്കിലും വൃത്തിയോട് മാറിക്കോട്ട് വെച്ചിട്ട് ഇട്ടേട്ടാ. നമ്മള് ഒരു ഗ്രാമത്തിനുള്ളിലോട്ടേ പോന്നേ. രണ്ട് സൈഡിലും വീടുകൾ വേണ്ട. ഈ ഏതെങ്കിലും ഒരു വീട്ടിൽ നമുക്ക് വരുമ്പോൾ നിർത്താൻ പറ്റുമോ? നിർത്തണേ. എന്താ രസം കാണേ. അങ്ങൊരു മല കണ്ട. നമ്മളതിന്റെ കീഴിലേക്കാ പോകുന്നട്ടാ. നല്ല രസമുണ്ട് കേട്ടോ ഇതിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടിട്ട്. രണ്ട് കളർ കേട്ടോ. ഇതൊന്ന് റെഡും അതൊരു കുങ്കുമ കളർ. എൻ്റെ ഇവിടെ കണ്ട കുറേ വീടുകൾ ഇങ്ങനെ നല്ല അങ്ങോട്ട് കയറാനുള്ള. തമിഴ്നാട്ടിൽ വേണ്ട എന്ത് രസമാണ്. ശരിക്കും ഫോണിലോട്ട് കാണുന്നുണ്ടോ അറിയില്ല കേട്ടോ. എല്ലായിടത്തും ഇതേപോലെ അമ്പലങ്ങൾ ഇതാ എല്ലാം കുറേ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പുറത്തൊട്ടപ്പുറത്ത് വീട് നോക്ക്, നല്ല രസമായിട്ടില്ലേ? അപ്പം അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിൻ്റെ ഉള്ളിലാണ് ഉള്ളത് കേട്ടോ. നല്ലൊരു ഈ ഒരുപാട് എല്ലാ തമിഴ്നാട്ടിലെ ഗ്രാമത്തിനിടയിലും ഇതാണ്ടാ നൻപകൽ നേരത്ത് മയക്കുന്ന പറഞ്ഞൊരു സിനിമ കണ്ടിട്ടില്ല നമ്മൾ? അതിൻ്റെ അകത്തില്ലേ ആ വീട് പോലത്തെ നൻപകൽ നേരത്ത് മയക്കം മമ്മൂട്ടീൻ്റെ അതുപോലെ ഉള്ളത് കേട്ടോ. അങ്ങാണ് ഒരു മല. ഞാൻ പറയുമ്പോൾ കട്ടായി പോയതാണേ. എല്ലാ ഗ്രാമത്തിലുള്ള എല്ലാ വീടുകളും ഉള്ളത് ഇതുപോലെ മലേൻ്റെ താഴെയുള്ളത്. തൊട്ടപ്പുറത്ത് വലിയൊരു വളരെ ദൂരത്തിലുള്ള കേട്ടോ, ഇവിടെ അടുത്തൊന്നുമല്ല. പക്ഷെ അതിൻ്റെ താഴെയാണ് ഈ ഗ്രാമങ്ങളിൽ ഇങ്ങനെ വരുന്നത് കേട്ടോ. കൃഷിയാണ് ഇവിടെയല്ലോ. ഇതെന്നാ കൃഷി സദർക്ക? ഉള്ളി കൃഷിയാ? നമുക്ക് ഉള്ളി ഒന്ന് കാണാൻ പറ്റുമോ? ഉള്ളി കാണാം. അപ്പോൾ നമ്മളെന്തായാലും ഉള്ളി കാണും കേട്ടോ. അങ്ങനെ നമ്മളിവർ ഈ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് വന്നേ. ഇവിടെ കൃഷിയാണ്. ഇതിൻ്റെ ഇടയിൽ ഫുള്ളായിട്ട് കവുങ്ങും തോട്ടം. നമ്മളൊരു വീഡിയോയിലെടുത്ത് അങ്ങോട്ട് പോയിട്ട് കവുങ്ങും തെങ്ങും കുറേ ഇളനീര് കിട്ടി. കസ്കസ നമ്മള് കൊറേ വന്നേരോ കൊറേ കസ്കസ പറിച്ചു. ആടെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പേരൊക്കെ കഴിക്കാൻ. ഇതൊരു ഫാമാണ് കേട്ടാ. ഇഷ്ടംപോലെ പണിക്കാരുണ്ട് ഇവിടെ. നേരെ വണ്ടിയിലും കണ്ട നല്ല സപ്പോർട്ട് ഉണ്ട്. എടുത്തില്ലവരെ നല്ല സപ്പോർട്ട് വന്നു. ആ സപ്പോർട്ട് ആ കഴിഞ്ഞല്ലോ കണ്ടേടാ. കൃഷിക്ക് ഇങ്ങനെ ഓടുന്നുണ്ട്. എന്തെല്ലാം ചാടുന്നെല്ലാം കിട്ടുന്നത് മേടിക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. അങ്ങനെയാണ് പരിപാടി. മുട്ട മണിക്കാർ കിട്ടിയേ മൈസൂർ നെല്ലിക്ക ഇഷ്ടം പോലെ കിട്ടിയേട്ടാ. അതൊക്കെ കേട്ടേ മോനെ. മൈസൂർ നെല്ലിക്കായിട്ട് നമുക്ക് പുളിയും പല്ലുതേപ്പും ഇനിയും മൈസൂർ നെല്ലിക്കലാണ്. മൈസൂർ നെല്ലിക്ക ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഞാൻ പെട്ടെന്ന് ഓടിപ്പോയിട്ട് വേണ്ടേ മൈസൂർ നെല്ലിക്ക
കിടിലെ കങ്ങിൻ ചില തോട്ടാണ്. അതിൻ്റെ ബാക്കിലുണ്ടല്ലോ വലിയൊരു മലയാണ് കേട്ടോ, കാണാൻ എന്നാ ബ്യൂട്ടി. നെല്ലിക്കണ്ടേ ഇതിനുള്ളിൽ, നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. നമ്മളടുത്ത് അങ്ങനെ ഇത് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നേ. കാണാത്തൊരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതണ്ട, ഇത് കുഞ്ഞുള്ളതില്ല, നല്ലൊരു പറിച്ചേട്ടാ. നോക്കടാ കഴിക്കുമ്പോൾ എല്ലാം നമുക്ക് ഇത് അവിടെ വലിയ ഉണ്ട് കേട്ടോ, വലിയ മൈസൂർ നെല്ലിക്ക. ആദ്യം നെല്ലിക്ക നമ്മൾ മുമ്പ് ഒരു കർണാടകത്തിൽ പോയി കണ്ടിരുന്നേ. ഇപ്പം ഇങ്ങനെ പോകുന്നിടക്കെല്ലാം ഇത് ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു സഞ്ചാരി എടുത്തിട്ടാ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ നല്ല പേരക്ക, ഇത് ഫാം ആയതുകൊണ്ടില്ലേ ഇവിടെ എന്തെല്ലാം ഐറ്റംസ് ഉണ്ട്. നല്ലപോലെ കൊതുകുണ്ടേ. വലിയൊരു ചെമ്പരത്തി ചെടി, ഒരു പിങ്ക് കളർ ചെമ്പരത്തി ചെടി, നമ്മളെ ചെമ്പരത്തി ചെടി അല്ല, വീഡിയോ കാണുന്ന പോലെ അല്ല, നല്ല ഉണ്ട് കേട്ടോ. പണ്ടത്തെ ആ ഒരു ഓർമ്മയിലേക്ക് നമ്മൾ പോകുന്നു ഈ ചെമ്പരത്തി ചെടി കാണുമ്പോൾ. കസ്കസ് പറഞ്ഞെത്തിക്കേ വാ, പറഞ്ഞു ഇതണ്ട കഴിഞ്ഞിൻ്റെ കുറേ അങ്ങനത്തെ കുറേ പരിപാടികളാണ്. എങ്ങൊരു മല ഞാൻ കാണിച്ചേ, ഇതുണ്ട ഇതിൻ്റെ ബാക്കിൽ കണ്ട വലിയൊരു മല കേട്ടാ. നമ്മളങ്ങനെ വരുമ്പോൾ കണ്ടിട്ടില്ലേ, തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെ പോകുമ്പോൾ കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണേ. ഇതാടാ ഇങ്ങനത്തെ ഉള്ളൊരിത് നല്ല രസമായിട്ടില്ലേ, നല്ല ഉണ്ട് കേട്ടോ. നേരിട്ട് കാണേ നല്ലതെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ കാണുമ്പോൾ ഒരു ഇത് ഭയങ്കരമല്ലേ. അതുപോലത്തെ രീതി കണ്ട പന കണ്ട, പന പാലക്കാട് ഇങ്ങനെ കാണലുണ്ട്. പണ്ട് നമ്മളെ വീട്ടിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു പനയുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു കർഷക ഗ്രാമമാണ് കേട്ടോ, കൃഷിക്കാരാണ് ഇവിടെ കൂടുതലെന്നാണ് പറഞ്ഞത്. ഈ ഒരു സൈഡിലെ എന്താ എല്ലാവരും മലയാളമായിട്ട് വീടിൻ്റെ ഒരു ആംബിയൻസ്. ഇവിടെ ഇങ്ങനെയാണ് ഇവരെ ഒരു ഓഫീസാണ്. ഓഫീസ് പറഞ്ഞാൽ ഇവിടെ ഫാമിലുണ്ടായിരുന്നില്ലേ, അതുപോലെ സംഭവമേ. ഇവിടെ കണ്ട നല്ല കറണ്ടിൻ്റെ ഇതുണ്ട് ടൈം, നിങ്ങളെ ശരീരമുണ്ട്. ഇവിടെ അങ്ങോട്ട് കൈയിടുന്നില്ല. ഇതണ്ട നെല്ലിക്കേൻ്റെ പോലത്തെ ഒരു ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കാഴ്ചകളാണ് ഇങ്ങനെയുള്ളത്. അപ്പോൾ നമ്മളിവിടുന്ന് മടങ്ങലായി. ഇവിടുന്ന് മടങ്ങിയിട്ട് നമ്മൾ അങ്ങനെ നാട്ടിലോട്ട് നമുക്ക് അങ്ങനെ പോവാം. ഇതെന്നാ കായ്, എന്നാ കായ് എന്നറിയില്ല കേട്ടോ. ഇതൊരു സാധനം ക്രിസ്മസ് ട്രീ തന്നെ, പക്ഷെ എന്നാൽ കായ് പോലെ ഉണ്ട്. എന്നാ എൻ്റെ കവീൻ്റെ അത്തിപ്പഴം നല്ല രസമാണ്. ആ വരലേ അത്തിപ്പഴം പോവാം നമുക്ക് എന്നാല്.